രമേശ് ചേട്ടാ, ഇന്ന് ന്യൂ ഇയർ അല്ലേ? കൊറേ ദിവസമായി വീട്ടിലേക്ക് പോയിട്ട്. ഞാൻ ഒന്ന് പോയിട്ട് വന്നാലോ? ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ നിൽക്കായിരുന്നു. നീ ഇവിടെ എല്ലാ ദിവസവും വീട്ടുപണി എടുത്ത് കഷ്ടപ്പെടല്ലേ, ഒരു 2 ദിവസം റെസ്റ്റ് എടുക്ക്. അപ്പൊ ഞാൻ പോട്ടെ? നീ പോണതിനെ കൊണ്ട് എനിക്ക് വിഷമൊക്കെ ഉണ്ട്. പക്ഷെ സാരല്ല, ഞാൻ 2 ദിവസം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. നീ എന്തായാലും പോയിട്ട് എൻജോയ് ചെയ്യാം. എന്നാ ഞാൻ പോയി വേഗം റെഡി ആവട്ടെ. ഇന്ന് ഞാൻ പ്രദീപേട്ടനെ കാണാനായിട്ട് വിളിച്ചിട്ട് അടിച്ച് പൊളിക്കും ഞാൻ. സുമിത്ര, നീ എവിടെ പോയി കിടക്കാണ്? നിന്റെ വീട്ടിൽ നിന്ന് വെള്ളടിപ്പാത്തി നടക്കാൻ പോവാണ്. ഒന്നും ഇങ്ങോട്ട് വാ. കണാരേട്ടാ, മുത്തപ്പങ്കാവിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടേ ഞാൻ രമ്യേനെ പറ്റിച്ചിട്ടുള്ള വരവാ അത്. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കും. ഇന്ന് നമ്മൾ കുടിച്ച് പൂസാവും. രമേശ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇത് പൊളിച്ചു. നമുക്ക് ആഘോഷം തുടങ്ങിയല്ലോ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ് 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 ആരാണ്? സുമിത്ര, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ മാത്രല്ല, വാ ചേച്ചി. പ്രതിഭേട്ട രമ്യ ചേച്ചി. ഞാനല്ല രമ്യ, കാണാരേട്ടനെ കുപ്പി വേണമെന്ന്. ഇതാണോ നിങ്ങളെ പറശ്ശിനിക്കടവ് തൊഴാൻ പോവല്ലേ? ഞാനല്ല, ഈ പിള്ളേര് വിളിച്ചപ്പോ ഞാൻ വെറുതെ വന്നാ. ഞാൻ വീട്ടിൽ പോവാൻ വേണ്ടിട്ടേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് കൊച്ചുണ്ണിയായിട്ട് നിങ്ങളുടെ കള്ളുകൂടി പാർട്ടി വിളിച്ചു പറഞ്ഞത്. നിങ്ങളൊരു ഹാപ്പി ന്യൂ ഇയർ വീട്ടിക്ക് വാ, ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാട്ടാ. രമേശ, ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ കാണാട്ടോ. നിങ്ങൾ മുകളിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്നാലാ കൊച്ചുണ്ണിയേട്ടനാണ് നമുക്കിട്ട് ഇപ്പൊ ആര വെച്ചത്. അയാൾ എന്റെ കൈ കിട്ടി ഞാൻ പഴക്കാണ്. ദേ കൊച്ചുണ്ണി. ദാ കൊച്ചുണ്ണി, ഇവിടെ വേണ്ട. ഹാപ്പി ന്യൂ ഇയർ. പിടിക്കണ കൊച്ചുണ്ണിനെ.